മെമ്പറായിട്ട് എത്തിയിട്ടുള്ള മാഡം, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിൻ്റെ കോർഡിനേറ്റർ, പിന്നെ നമ്മുടെ വാർഡിൻ്റെ ഓക്സിലറി ഗ്രൂപ്പിലെ അംഗങ്ങൾ. മറ്റു കാര്യങ്ങൾ പറയേണ്ടതില്ല. 15 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീയിൽ അംഗമല്ലാത്തവരെ അല്ലെ അങ്ങനെയല്ല കുടുംബശ്രീയിൽ അംഗമല്ലാത്ത പുറത്തു നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വാർഡിലെ ADs നടത്തുന്ന ചുമതല. ആ ADsമാർ നമ്മുടെ വാർഡിലെ നേരിടുന്ന നല്ല വിദ്യാഭ്യാസം ഉള്ളവരെ അവർക്ക് അർഹമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുക, ആ രീതിയിലൊന്നുള്ള കാഴ്ചപ്പാടിലുള്ള, അതായത് ഡിഗ്രി MA മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഏത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലും എത്തിച്ചേരുവാനും സാമ്പത്തികപരമായി നിങ്ങൾ പദ്ധതിയിൽ എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വാർഡിലെ ഓക്സിലറി ഗ്രൂപ്പിനെ വിളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ CDs വർഗമായിട്ടുള്ള കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പായിട്ടാണ് നമ്മളൊരിക്കൽ വിളിച്ചു കൊടുത്തത്. 3 വർഷമായി. ഞാൻ മുമ്പായി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിളിച്ചു കൊടുത്തത്. അന്ന് കുറേ കൂടി വിപുലമായിട്ട് കുറച്ചുകൂടി കുട്ടികളുണ്ടായിരുന്നു. അതുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഒരു മാസത്തെ ഒരു സ്മാർട്ട് ഫോൺ റീചാർജ് ചെയ്യുന്നതിന് 100-300 രൂപ വേണം അല്ലേ? ആ പ്ലാനിൻ്റെ ഒരു പൈസ പോലും വേണ്ട. നമ്മൾ CDs പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള കാശുകൾ കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ വേണ്ടി സാധിക്കും. വലിയ തുകകളുണ്ടാവില്ല. ചെറിയ നിക്ഷേപത്തോട് മുൻവിധിയോടും നല്ല കാഴ്ചപ്പാടോടും മുമ്പോട്ട് പോകണം. പക്ഷെ അതിൽ എത്തിച്ചേർന്ന കഴിഞ്ഞ കാലങ്ങളിൽ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ വാർഡിലെ ഓക്സിലറി ഗ്രൂപ്പ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ബ്ലോക്കിൻ്റെയും ജില്ലാതലത്തിൽ പോലും നാളെ നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു ഇടം ഉണ്ടാക്കിയെടുക്കണം. മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുക. ബാക്കി ഇവർക്ക് എന്തോന്നൊരു സർട്ടിഫിക്കറ്റ് ആണ് വിതരണം? രജിസ്ട്രേഷൻ. നമുക്ക് നേരത്തെ ഒരിക്കൽ കൂടെ എത്തിച്ചേർന്ന അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ RP, എൻ്റെ വാർഡിലെ ADs, നമ്മുടെ വാർഡിലെ CDs എല്ലാവർക്കും നന്ദിയും ഇവിടെ എത്തിച്ചേർന്നവർക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ ഉയർന്ന യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാൻ പെരുമ്പോളം ബ്ലോക്കിൻ്റെ IBC ചുമതലയുള്ള ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഓക്സിലറി ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തത് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം നിലവിൽ വന്നിട്ട് 27 വർഷം കഴിയുകയാണ്. അപ്പോൾ ഈ ശരിക്കും ബൈലോ പ്രകാരം ഒരു കുടുംബത്തിലെ ഒരംഗം മാത്രമാണ് അയൽക്കൂട്ടത്തിൽ അംഗമാകാൻ പാടുള്ളൂ. പല CDSും ഈ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ പക്ഷേ ഈ നിയമം കൃത്യമായി പാലിക്കുന്ന CDSകളുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ 40 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് അയൽക്കൂട്ടത്തിലൂടെ അംഗമാകാനുള്ള ചാൻസ് കിട്ടുന്നില്ല. കാരണം 18 വയസ്സ് കഴിഞ്ഞ് ഒരാൾ അയൽക്കൂട്ടത്തിൽ അംഗമാകുമ്പോൾ അവർക്ക് എത്ര വർഷം വേണം അയൽക്കൂട്ടത്തിൽ തുടർന്ന് പോകാൻ പറ്റും. അവർക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം തുടർന്ന് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് അയൽക്കൂട്ടത്തിൽ അംഗമാണ് എന്നുള്ള പേരിൽ പറഞ്ഞിട്ട് പ്രായം കുറഞ്ഞ കുറേ പേർക്ക് അയൽക്കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഈ പദ്ധതി ആവിഷ്കരിച്ചത്, നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മുടെ ഈ പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ അംഗങ്ങൾക്ക് അയൽക്കൂട്ടത്തിൽ അംഗമാകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ആൾക്കാരെ കിട്ടാനൊരു ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന മിഷൻ ഒരു പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. നിലവിലെ അംഗമായവരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ഇനി അംഗമാകാൻ പോകുന്നവരുടെ കാര്യത്തിൽ നിർബന്ധമായിട്ടും അത് പരിശോധിച്ച് തന്നെ രജിസ്ട്രേഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ഈ യങ് ജനറേഷൻ അംഗത്വം കിട്ടാതെ പുറത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് എല്ലാ വാർഡിലും ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിക്കണം എന്നൊരു കൊണ്ടുവന്നത്. ഇനി ഇത് വരുന്നത് കൊണ്ടുള്ള പ്രയോജനം 2 രീതിയിൽ ചെയ്യാം. അയൽക്കൂട്ടത്തിലെ സെയിം മെത്തേഡ് തന്നെയാണ്. കുറഞ്ഞത് 10 മെമ്പേഴ്സ്, കൂടിയത് 20 മെമ്പേഴ്സ്. ആ സെയിം നിയമം തന്നെയാണ്. ഒരു വ്യത്യാസമുള്ളത് ത്രിഫ്റ്റ് നമ്മുടെ അയൽക്കൂട്ടങ്ങൾക്കെല്ലാം ത്രിഫ്റ്റ് ഇടുന്ന നിർബന്ധമാണ്. ഈ ഓക്സിലറി ഗ്രൂപ്പിൽ ത്രിഫ്റ്റ് ഇട്ടുകൊണ്ട് കൂടാം, ഇടാതെയും കൂടാം. 2 രീതിയും കൂടാം. അത് ഓക്സിലറി ഗ്രൂപ്പിൽ തീരുമാനിക്കാം. പക്ഷെ അവിടെ നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യേണ്ട കാര്യം സീരിയസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സമ്പാദ്യശീലം വേണം. വെറുതെ നമ്മൾ വന്നിരുന്നിട്ട് പോകുന്നതിനേക്കാളും ഒരു സമ്പാദ്യശീലം
ആവശ്യമാണ്. നമ്മളിവിടെ വന്നു കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് മാക്സിമം സമ്പാദിച്ചിട്ടുള്ള ഗ്രൂപ്പ് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. പിന്നെ മാസത്തിൽ ഒരു തവണയെന്നാണ് നമ്മൾ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മാസത്തിൽ 2 തവണയും കൂടുന്ന നല്ലതായിരിക്കും. അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് വരും ഇവിടെ. അതിൽ ഒരെണ്ണം വേണമെങ്കിൽ ഓൺലൈൻ കൂടാം. 2 ഓഫ്ലൈൻ സാധ്യതയാണെങ്കിൽ 2 ഓഫ്ലൈൻ തന്നെ സെലക്ട്. അതായത് അടുത്തടുത്തുള്ള ആൾക്കാരാണെങ്കിൽ, മാക്സിമം വന്ന് ചേരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഓഫ്ലൈൻ തന്നെ കൂടുക. ഇല്ലെങ്കിൽ ഒരെണ്ണം ഓഫ്ലൈനും ഒരെണ്ണം ഓൺലൈനും കൂടുക. എന്നിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നത് ഒരുമിച്ച് കളക്ട് ചെയ്താൽ മതി, 2ൻ്റെയും കൂടെ. അല്ലെങ്കിൽ ഒരു തവണയാണ് ക്യാഷ് കളക്ട് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ കൂടാതിരിക്കാൻ പറ്റില്ല. രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത് തന്നെ. അപ്പോൾ നമ്മൾ പരസ്പരം കാര്യങ്ങൾ അറിയണം. കുടുംബശ്രീ തരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം. ഇപ്പോൾ അത് ഞാൻ ഈ അവസരത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലക്കകത്ത് ഓക്സിലറി ഗ്രൂപ്പിൻ്റെ എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ചെന്നത് കുന്നത്തേൽ CDS നിന്നാണ്. അഭിരാമിയുടെ ഓക്സിലറി ഗ്രൂപ്പാണ്. മാണിനാട് നല്ല ഓക്സിലറി ഗ്രൂപ്പാണ്. ആ ഓക്സിലറി ഗ്രൂപ്പിന് സംസ്ഥാന മിഷൻ എന്നൊക്കെ നല്ല കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഹൈലൈറ്റാണ്. മീറ്റിങ്ങിൽ സംസ്ഥാന മിഷനിലെ സാർ കേരളം ഒട്ടാകെ എല്ലാവരും പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് ആ ഒരു വീഡിയോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ക്ലിക്കായ വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടെന്ന് അറിയപ്പെടണം. അത് വീഡിയോ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രവർത്തനങ്ങൾ അത്രയും മികവുറ്റതായിരിക്കണം. അതിനാണ് ഈ യങ് ജനറേഷനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് ഐഡിയാസ് വ്യത്യസ്തമാണ്.